അവിടെ പോയപ്പോഴും മക്കത്ത് ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നാട്ടിൽ വിഭവങ്ങൾ. അപ്പം പറഞ്ഞു നമ്മുടെ ഞാൻ ചെന്നെത്തുന്ന സ്ഥലത്തും കേരളം മാതിരി ആവണമെന്ന്. ഇവിടെ പിന്നീട് തീർച്ചയാണ് പള്ളി 1000 വർഷത്തിനൊക്കെ പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടല്ലോ നമ്മളവിടെ. ഇതാണ് ചേരമാൻ പെരുമാളിൻ്റെ ശവകുടീരം കേട്ടോ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ അടുത്ത ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. ചേരമാൻ പെരുമാളിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, കുതിരപ്പുറത്ത് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒമാൻ സലാലയിലാണ്. ഇവിടേക്ക് വരും എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക, ലൊക്കേഷൻ ഇട്ട് തന്നെ വരണം. ഇപ്പോൾ മഴയൊക്കെ പെയ്തോടെ നല്ല ചള്ളയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. റോഡ് ഇത് ടാറിങ് ഒന്നുമല്ല കേട്ടോ. ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് വന്നേക്കുന്നത് നമ്മുടെ ചേരമാൻ പെരുമാളിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാൻ തുടർന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ഥലം ഒന്ന് കാണാം. നമ്മുടെ നാട്ടിലെത്തി അതേ ഫീലിംഗ് ആണ്. ഇത് ഒമാൻ സലാലയിലാണ് കേട്ടോ. ഓക്കെ, ഓമത്തോട്ടം, വാഴത്തോട്ടം, ഇതാ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ, നമ്മുടെ ഗവിളിപ്പാത്രം തെങ്ങ്. ഓക്കെ, ശവകുടീരം ഇതാണ് സംഭവം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന പറഞ്ഞാൽ വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ബാ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇത് കബറാ. ഇത് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ മരണപ്പെട്ടു. ഇവിടെ വന്ന് അസുഖമായിട്ട് മരിച്ചു. അപ്പോൾ ഇവിടെ അതാണ് ചരിത്രം ഇല്ലേ? ഓക്കെ ഓക്കെ. എത്ര വർഷം മുന്നേ ഉള്ളതെന്ന് വല്ലതും അറിയാം? അങ്ങനെ വല്ലതും അറിയാം? അത്ര 1450 വർഷത്തോളം പഴക്കം ഉണ്ട്. അപ്പം അന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നു എന്നറിഞ്ഞില്ലേ? ഇവിടെ വന്നപ്പോൾ അസുഖമായിട്ട് പായ്ക്കപ്പലിൽ വന്ന് മക്കത്ത് പോയിട്ട് അവിടുന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരെ പൊരുത്തത്തോടെ തിരിച്ച് മതപരിചരണത്തിന് ഏഷ്യൻ കൺട്രീസിലേക്ക് വരികയാണ്. വന്നുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ പോകേണ്ട ഇതുമായിട്ട് വരുന്ന സമയത്ത് ഓൺ ദി വേ ഈ ഒരു കടലെടുക്കാന്നല്ല നമ്മുടെ നാട്ടിലേക്കുള്ള ഒമാൻ്റെ ആ ഒരു ഇതിൽ കൂടി പോയുമ്പോൾ അസുഖബാധിത. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ആയപ്പോൾ ആ സമയത്തും അവിടെ പോയപ്പോഴും മക്കത്ത് ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നാട്ടിൽ വിഭവങ്ങൾ. അപ്പം പറഞ്ഞു ഞാൻ ചെന്നെത്തുന്ന സ്ഥലത്തും കേരളം മാതിരി ആവണമെന്ന്. അതുകൊണ്ടാണ് ആ കേരളത്തിൻ്റെ ഒരേ ടൈപ്പായിട്ട് 99% കേരളം മാതിരിയുള്ള ഒരു സാമീപ്യം കൊടുത്തിട്ട് ഇവിടെ തന്നെ അതാണ് ചരിത്രത്തിൻ്റെത്. കൃത്യമായ വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചേർമാൻ കിട്ടും അത് ശരിക്കുള്ളത്. അപ്പം എന്തായാലും ആ സമയത്ത് തന്നെ ഉള്ളതാണ് ശരിക്കും. അപ്പം ഈ കാണുന്ന തൊട്ടടുത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതായി പറഞ്ഞവരാണ്. ഇത് വന്നിട്ട് പള്ളിയും പൊളിച്ച് ഇപ്പം മക്ബറ താബു കൊണ്ട് കെട്ടിയിട്ടുള്ളത്. ആ മക്ബറ താബു കൊണ്ട് കെട്ടിയത് ഒരു വലിയ കെട്ട്. അതിൽ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ ചേരമാൻ പെരുമാളാണെന്നും പിന്നെ അതിൽ അബ്ദുറഹ്മാൻ അൽ സാമിരി എന്ന് പറഞ്ഞ മഹാനുണ്ട്. ചേരമാൻ പെരുമാൾ തങ്ങളെ ഭാര്യയും മകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചെറിയൊരു കെട്ടില് ത്വാഹിറുബ്ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒമാനി സൂഫിവര്യനാണെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ചരിത്രം കേട്ടോ. അപ്പം കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പം പിന്നെ ചേരമാൻ പെരുമാൾ പിന്നെ രാജാവും കൂടെ ഒരാളും ഉണ്ടായിരുന്നു, സഹയാത്രികൻ ഒരാളുണ്ടെന്ന് പറയുന്നു. പിന്നെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അസുഖമായിട്ട് ഇവിടെ തന്നെ മരിച്ചു. അങ്ങനെ ഇവിടെ തന്നെ അതായത് അതെ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ നമ്മുടെ അവിടെ ചേരമാന്റെ ഒരു പള്ളിയുണ്ട്. മറ്റേ അവിടെ ആ പള്ളി കെട്ടാനാ പോയത്. പക്ഷെ അവിടത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഇവിടെ തന്നെ ഇതായി. പിന്നെ അത് ഇവിടെ പിന്നീട് തീർച്ചയാണ് പള്ളി 1000 വർഷത്തിനൊക്കെ പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടല്ലോ നമ്മളവിടെ മക്കത്ത് പോയി തിരിച്ചു വരുമ്പോൾ. ഓക്കെ, ഇതാണ് ചരിത്രം. അങ്ങനെ അപ്പം പിന്നെ രാജാവിന് നമ്മുടെ കേരളം പോലൊരു എന്തോ ആഗ്രഹം എന്ന് ചോദിച്ചപ്പം കേരളം പോലൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സലാലയിൽ ഇത്രയും പ്രദേശം നമ്മുടെ കേരളത്തിന്റെ അതിനെക്കാട്ടിലും ഭംഗി എന്താ പറയാ അല്ലേ? അതെ, അത് കണ്ടില്ല നമ്മൾ വീഡിയോക്കകത്ത് കണ്ടില്ല? ഇത്ര മനോഹരമായിട്ടാണ്. നോക്കിയേ, വാഴ, ഓമ, തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റബ്ബറാണ്. നോക്ക് തെങ്ങ് നോക്ക്, എത്ര ഹൈറ്റുള്ള നിറയെ തേങ്ങയുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതാണ്. അപ്പം അത് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന അതേ ഫീലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് പെയ്യുന്ന മഴ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നെ നടക്കുന്നത്. കുറേ ദൂരമുണ്ട്, ഒരു ചെറിയ കടലിടുക്ക് അങ്ങനെ ആ പോകുന്ന ഭാഗത്തുള്ളൂ, പക്ഷേ കുറേ അകലെയാണ്. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥലമാണ് സലാലയിലെ ഈ പ്രദേശം കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകാൻ കുറച്ച് വഴിയൂടെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളിവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു. പേരെന്തുമായിരുന്നു ചേട്ടാ? ഗഫാർ എന്നാണ്. ഗഫാർ. നാട്ടില് പയ്യന്നൂരാണ്. പയ്യന്നൂര്. ഓക്കെ, ഒത്തിരി സന്തോഷം. നമ്മൾ ഇത്രയും സ്റ്റോറി നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ മലേഷ്യൻ ബിസിനസ് ആണ്. ഇപ്പം കുറച്ചാളായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് മസ്കറ്റിലുണ്ട് അല്ലേ? നിങ്ങളുടെ പേര്? എൻ്റെ പേര് മനു എന്നാ. ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ട, പിന്നെ സൂറിന്ന് വരുവാ. ഒരാഴ്ച കൂടെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു അറിവായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇത് കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചരിത്രം. പേരെന്തായിരുന്നു? സലീം. ഓക്കെ, പയ്യന്നൂര് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പം ഇതൊരു ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നും ഇല്ല എന്നൊന്നുമല്ല, ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഒന്നും ഇല്ലയെന്ന് നമുക്ക് കാഴ്ച തോന്നും, പക്ഷേ ഇത്രയും പറഞ്ഞു കേട്ടപ്പം ഒത്തിരി ഉള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല നല്ല കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ബൈ ബൈ.